നമസ്കാരം. വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും MP-മാരുടെ നിലപാട് എന്താണെന്നുള്ള ഒരു വിഷയം അതെപ്പോഴും വലിയ തരത്തിൽ തന്നെ ചർച്ചയായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം പാർലമെന്റിലാണ് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുന്നത്. വഖഫ് ബോർഡിന്റെ നിലവിലെ നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുക, അവർക്ക് അനാവശ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നെഹ്റുവിന്റെ കാലം മുതൽക്ക് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് തയ്യാറാക്കി കൊടുത്ത സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളാണ് ഇപ്പോൾ എടുത്ത് നിലത്തടിച്ച് അതിനെ പൂർണ്ണമായിട്ട് എന്ന് വെച്ചാൽ വഖഫ് ബോർഡ് തന്നെ ഇല്ലാതെയാകുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ലാണ് വരുന്നത്. ഈ ബില്ല് വരുന്നതോടുകൂടി രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇനി ഭയമില്ലാതെ ജീവിക്കാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് എന്താണ്? അതിന് ഉദാഹരണമാണ് മുൻപത്തെ ജനങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ മുൻപത്തെ ജനങ്ങൾ കൈക്കലാട്ടം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ പല രീതിയിൽ കള്ളത്തരങ്ങളിലൂടെ നടപടികളുമായിട്ട് കോൺഗ്രസും CPM-ന്റെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ യഥാർത്ഥത്തിൽ മുൻപത്തെ ജനങ്ങൾക്കൊപ്പമാണ് നിങ്ങളെങ്കിൽ പാർലമെന്റിൽ ഈ പറയുന്ന ബില്ല് പാസ്സാക്കുന്ന സമയത്ത് പരസ്യമായിട്ട് ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡിനെതിരെ നിലകൊള്ളാൻ തയ്യാറാകണമെന്ന് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. കേരളത്തിലെ MP-മാർ മതമൗലികവാദികൾക്കൊപ്പമാണോ അല്ലയോ എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ് ദീപികയിലെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും കേരളത്തിലെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയാണ്. തെക്കൻ ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റുകളും BJP-യിലേക്ക് ഇനി BJP-യുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തില്ല. കാരണം ക്രൈസ്തവ സമൂഹത്തിന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് BJP മാത്രമേ. കാരണം മോദിയെ കാണാൻ അല്ലെങ്കിൽ മോദിയോട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അമിത്ഷായോട് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അവർക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കാവുന്ന അവസരം. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള ബന്ധം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ഒരു പ്രശ്നം പോയി അവതരിപ്പിക്കാനും ആ വിഷയങ്ങളിൽ പരിഹാരം കാണാനും സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണകൂടമായി ഇന്ന്. കാരണം ഒരുപാട് വർഷങ്ങളോളം CPM-നെയും കോൺഗ്രസിനെയും മാറി മാറി അധികാരത്തിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോൺഗ്രസിനെ തന്നെ തെക്കൻ ജില്ലകളിൽ കരുത്തുറ്റ രീതിയിൽ അവര് ഏതെല്ലാം പ്രതിസന്ധിയിലുണ്ടെങ്കിലും അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവർക്കൊരു പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം ക്രൈസ്തവരുടെ വോട്ട് അവരെ എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അവരുടെ അണ്ണാക്കിലിട്ട് കുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് കോൺഗ്രസ്സുകാർ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് 18 MP-മാരാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസിനുള്ളത്. ഇവരുടെ നിലപാട് എന്താണ്? ഇവർ ഏത് തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ്? ഇവർ ഏകാധിപത്യമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയാണോ ഇവരെ എതിർക്കാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം നമ്മുടെ സർക്കാരിനോ മോദിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫ് ബോർഡിനോ ആണോ എന്ന് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കണം. അതിനുള്ള അവസരമാണ്. ഈ അവസരത്തെ ഏത് രീതിയിലായിരിക്കും ഇവന്മാരുടെ? കാരണം പെട്ടുപോയിരിക്കുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും, തർക്കമില്ല. കാരണം ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അവരെ ഏതെല്ലാം തരത്തിൽ പറ്റിക്കുന്ന നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇവർ വരുന്നത് വലിയ രീതിയിൽ തന്നെ അറിയാം. അവരത് മനസ്സിലാക്കുന്നു. കാരണം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നുള്ള സംഭവം നല്ല രീതിയിലുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവർ. അവരെ സംബന്ധിച്ച് മണിപ്പൂർ വിഷയം പറഞ്ഞ് മണിപ്പൂരിലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സാമുദായിക വിഭാഗം എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർഗീയ കലാപമല്ല, അതവിടുത്തെ ഗോത്ര സമൂഹം എന്നുള്ള രീതിയിലേക്കുള്ള കലാപം മാത്രമാണ്, സംഘർഷം മാത്രമാണെന്നുള്ള അവർക്കത് അവർ നേരത്തെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ ബോധ്യപ്പെടലിനെ മറികടക്കാൻ വേണ്ടി മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കരയുക. ഉത്തരേന്ത്യയിൽ അവിടെ ഇവിടെയും ചില സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ പൂർണ്ണമായിട്ട് ആക്രമിച്ച് നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെ മുന്നിലെയും പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്ന ഇവിടുത്തെ സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും നിരന്തരമായിട്ട് ഇവരുടെ വലിയ രീതിയിലുള്ള ക്രൈസ്തവ സ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട അവസരമാണ് ഈ പറയുന്ന പാർലമെന്റിലെ വഖഫ് ബോർഡ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കാനോ പരസ്യമായിട്ട് വഖഫ് ബോർഡിനെതിരെ നിലപാടെടുത്തുകൊണ്ട് പാർലമെന്റിൽ ആ ഒരു ബില്ലിനെ പരസ്യമായിട്ട് പിന്തുണക്കാനുള്ള ഒരു കഴിവ്, കപ്പാസിറ്റി, നട്ടലിനുറപ്പ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും CPM-ന്റെ ഒരേ ഒരു MP-ക്കും ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണാം. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കും. കാരണം മുറിവേറ്റ സിംഹം എന്നുള്ള രീതിയിലേക്ക് അവരിങ്ങനെ നടന്നു നീങ്ങണം. ഒരു രീതിയിലും അവർക്ക് ഇതിൽ പിന്തുണയില്ല. പരസ്യമായിട്ട് മുൻപത്തെ ജനങ്ങളെ ഇവർ പറ്റിക്കുകയാണ് VD സതീശനും അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഹൈബി ഈഡനൊക്കെ വന്ന് പറഞ്ഞിരുന്നത് എന്താണ്, ഈ പറയുന്ന മുൻപ് സമരം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് 2024 പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഹൈബി ഈഡൻ അവിടുത്തെ ജനങ്ങളോട് മുനമ്പത്തുകാരോട് വന്ന് പറഞ്ഞു, ഞാൻ വലിയ രീതിയിൽ നിങ്ങൾക്കൊപ്പമാണ്, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, ഒരു തർക്കവും വേണ്ട, ഞാൻ ഇവിടുന്ന് വിജയിച്ചു പോകട്ടെ. പാർലമെന്റിൽ ഇപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് വഖഫ് ബോർഡിനെതിരെ തയ്യാറാവാത്ത ഈ പറയുന്ന ഹൈബി ഈഡനൊക്കെ ഇനി എറണാകുളം ജില്ലയിലെ ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് പോലും കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയിലാണ്. സ്വന്തം ഭാര്യ പോലും ഹൈബി ഈഡൻ വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അത്രത്തോളം നീതി നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഈ ഹൈബി ഈഡൻ എടുത്തിരിക്കുന്നത്. എന്ത് രീതിയിലാണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ മുഴുവൻ സഭാ മേലധ്യക്ഷന്മാരും പരസ്യമായിട്ട് ഒരേ ഒരു രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വലിയ തരത്തിൽ നമ്മുടെ രാജ്യത്തെയും ഇവിടുത്തെ എല്ലാ തരം വിഭാഗങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ എല്ലാവരും എടുക്കേണ്ടത്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു കിരാത നിയമം, അത് നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും, ഇപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ പോലും വലിയ രോക്ഷമുണ്ട്. ഇതിൽ എത്രയോ കേസുകൾ, 40,000 കേസുകളാണ് രാജ്യത്ത് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. അതിൽ 7,000-ന് മുകളിൽ കേസുകളും മുസ്ലിംസ് തന്നെ വഖഫ് ബോർഡിനെതിരെ കൊടുത്തിരിക്കുകയാണ്. കാരണം അവരുടെ ഭൂമി പോലും വലിയ രീതിയിൽ തട്ടിയെടുക്കാൻ വേണ്ടി വഖഫ് ബോർഡ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു തർക്കവുമില്ല, അതിന്റെ കേസുകൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും അവിടുത്തെ ഈ വിഷയങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇതിൽ മുൻകാല പ്രാബല്യമോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രാബല്യമോ ഒന്നുമില്ല. ഈ നിയമം തന്നെ ഇല്ലാതാകുന്നത് കൂടി കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഓക്കെയാണ്. കാരണം ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിന്താഗതി എന്താണ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലേക്ക് ഉയരുക. ആ ഉയരുന്നതിനായിട്ടാണ് ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ശ്രമങ്ങളൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇടയിൽ കിടന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ശ്രമിച്ചിരുന്നത്. ഇപ്പൊ വലിയ രീതിയിലുള്ള വഖഫ് ബോർഡ് സംരക്ഷണ സമിതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചുകൊണ്ട് ഇവന്മാരിങ്ങനെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ക്രൈസ്തവ സഭ കാണുന്നുണ്ട്, ക്രിസ്ത്യൻ സഭാ വിശ്വാസികൾ കാണുന്നുണ്ട്. കാരണം മുൻപത്തെ 610 കുടുംബങ്ങളിൽ 480 കുടുംബങ്ങളും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള കുടുംബങ്ങളാണ്, ലാറ്റിൻ കത്തോലിക്കയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ നിലനിൽപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുകയാണ്. വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി തന്നെ ഈ മുനമ്പത്തുണ്ട്. ആ പള്ളിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വഖഫ് ബോർഡിനെതിരെയുള്ള ഈ വിഷയത്തിൽ അവർ ഉന്നയിക്കുക മാത്രമല്ല, അവിടുത്തെ സാധാരണ ജനങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ സമരവേദിയിൽ ഇരിക്കുകയാണ്. സ്ത്രീകളും അമ്മമാരും എല്ലാവരും, കുട്ടികളടക്കം നിത്യേന ഓരോ ടീം മാറി മാറി വരുന്നു. കേരളത്തിലെ സഭാവിശ്വാസികളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും ഈ സഭാ നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ തരത്തിലുള്ള ഈ സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തുന്നു. ഇവര് ഇരിക്കുന്നത് വെറുതെ അല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ പാർലമെന്റിൽ ഈ വിഷയം പാസ്സാക്കുന്നതിനായിട്ടുള്ള ആ ഒരു നിമിഷം വരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് BJP-യുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം, പൂർണ്ണമായിട്ടും ഈ വഖഫ് ബോർഡിനെതിരെയുള്ള ബില്ലിന് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതില്ല എന്ന് കൃത്യമായിട്ട് തന്നെ തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമായിട്ട് മാറാനാണ് സാധ്യത. അതിൽ പൂർണ്ണമായിട്ട് നമ്മൾക്കറിയാം, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ സുഡാപ്പികൾ 1-2 കൊരകൊരക്കുന്ന സമയത്ത് തന്നെ അവിടെ വാലും ചുരുട്ടി പൂർണ്ണമായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് സാധുക്കളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കത്തോലിക്ക സഭക്കാരെയും ക്രൈസ്തവരെയും പൂർണ്ണമായിട്ടും എന്നും പറ്റിച്ചുകൊണ്ട് ഇവിടെ പോകാമെന്നുള്ള നിലപാടാണ്. കാരണം അവരൊക്കെ സ്ട്രോങ് ആയി, അവർക്ക് മനസ്സിലായി അവർക്കൊപ്പം ഇന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സംഘപരിവാർ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ കോൺഗ്രസിനെയും CPM-നെയും കൈവിട്ടേ പറ്റൂ. കാരണം അവർ നിങ്ങൾക്കാണ് ഭീഷണി, അവർ നിങ്ങളുടെ സംവിധാനങ്ങൾ തകർക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്നുള്ള ഉത്തമ ബോധ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത്, പാർലമെന്റിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കണം, വഖഫ് ബില്ലിനെ എതിരെ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് സംസാരിച്ച് നിങ്ങൾ ഇതിനെതിരെ നിലപാടെടുക്കണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ള പറഞ്ഞു. അപ്പോൾ മതമൗലികവാദികൾക്ക് ഒപ്പമാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയവാദികൾക്കൊപ്പമാണോ ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും അല്ലെങ്കിൽ 18 കോൺഗ്രസ് MP-മാരും CPM-ന്റെ ഒരു MP ഈ ഒരു നിലയിൽ ഏത് തീരുമാനമെടുക്കും? അല്ലെങ്കിൽ ഈ ആദ്യം പറഞ്ഞതുപോലെ മതമൗലികവാദികൾക്കൊപ്പമാണോ അല്ലെങ്കിൽ രാജ്യത്തെ ദേശീയ ജനതക്കൊപ്പമാണോ എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട്, രാജ്യസ്നേഹികൾക്കൊപ്പമാണോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടു കാണാം.